ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 800 മീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലും 100% റെസിഡൻഷ്യൽ ഏരിയയിലുമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ദിക്കിലേക്കാണ് ഈ വീടിൻ്റെ ദർശനം നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ചുറ്റുമതിൽ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. നീളമേറിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കസ്റ്റമറുടെ ഇഷ്ടാനുസരണം ബിൽഡർ ഇവിടെ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. സുഖമായി നമുക്കിവിടെ വലിയൊരു SUV കാർ പാർക്ക് ചെയ്യാവുന്നതാണ്. നടന്നു കയറുന്നവർക്കായുള്ള ചെറിയൊരു ഗേറ്റ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗത്തെല്ലാം ആവശ്യത്തിന് സ്പേസും ഇവിടെ വിട്ടിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാളികളെ കൊടുത്തിരിക്കുന്ന തേക്കിൻ തടിയിൽ തീർത്ത മനോഹരമായൊരു മെയിൻ ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. ഏകദേശം 14 അടിയോളം നീളത്തിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാം. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു വുഡൻ ഷെയ്ഡൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്കിനി നേരെ ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 8-10 ആളുകൾക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് വീട്ടിൽ സാധാരണയായി കാണുന്നതിലും വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഭംഗിയൊക്കെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാബ്രാറ്റിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൂവർ പാനൽസ് ഒക്കെ നൽകിക്കൊണ്ടുള്ള വളരെ മനോഹരമായൊരു പാർട്ടീഷൻ വർക്കും നമുക്കിവിടെ കാണാം. ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതിനായിട്ടുള്ള സ്പേസും 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിച്ചൺ വർക്കൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ പുറമെയായി ഇവിടെ വർക്ക് ഏരിയ ആവശ്യമുള്ളവർക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള ഒരു സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയിൽ കൂടുതൽ നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. മൾട്ടിവുഡിൽ തീർത്ത 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. സ്റ്റെയർവേക്ക് താഴെയായി നല്ലൊരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാം. ആവശ്യത്തിന് സ്റ്റോറേജ് നമുക്ക് ഇതിനിടയിൽ ലഭിക്കുന്നുണ്ട്. ഇൻവെർട്ടർ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഒരു സ്റ്റഡി ടേബിളോ കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു കബോർഡ് വർക്കും നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വുഡൻ ഫിനിഷുള്ള മാറ്റ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 12 അടി നീളമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിന് കടന്നു വരുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. 2 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോടുകൂടെ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം.
ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ ചെയ്തിരിക്കാവുന്ന രീതിയിലുള്ള നീളമേറിയൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാനത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 14 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ വലിയൊരു മിററൊക്കെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. നമുക്ക് ഇനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ മനോഹരമായ വീടിന്റെ ഏകദേശം എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.